ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് നല്ലൊരു പാലക്കീര ദാൽ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ പാലക്കീര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം ഞാനൊന്ന് എടുക്കുന്നുണ്ട്. അതിൻ്റെ തണ്ട് എടുക്കുന്നില്ല, ഇല മാത്രമേ എടുക്കുന്നുള്ളൂ. പഴുത്ത ഇലയും ഞാൻ എടുക്കുന്നില്ല. അത് മഞ്ഞ കളർ വന്നിട്ടുള്ള ഒരു ഇലയൊന്നും എടുക്കുന്നില്ല. അതിലുള്ള കുട്ടി കുട്ടി ഇലയും അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള ഇലയും മാത്രമാണ് ഞാൻ നുള്ളി എടുക്കുന്നത്. അപ്പോൾ ഒരു കെട്ടിലതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കണം. നമ്മൾ ഇലയെല്ലാം നുള്ളി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒരു 5-6 വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം കേട്ടോ, കഴുകിയെടുക്കണം. കാരണം ഇതിൽ നല്ല അഴുക്കും അത് ചളിയും പുരണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ നിറയെ മണ്ണും കാണും. അപ്പോൾ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും മണ്ണ് കടിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് കഴുകേണ്ടത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നല്ല രീതിയിൽ കഴുകണം. ഇപ്പോൾ ഒന്നാമത്തെ വെള്ളം ഞാൻ കഴുകിയിട്ടൊന്ന് കാണിക്കുക എന്തുമാത്രം മണ്ണും ചളിയും ആ വെള്ളത്തിലുണ്ടെന്ന്. അപ്പോൾ അത്ര തന്നെ ഭയങ്കര അഴുക്കുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക, ശ്രദ്ധിക്കുക നല്ല രീതിയിൽ. കണ്ടോ, ഈ ഒരു വെള്ളത്തിൽ എന്തുമാത്രം അഴുക്ക് വന്നിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ഇത് രീതിയിൽ നിറയെ വെള്ളത്തിലൊന്ന് കഴുകിയെന്നെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പാലക്കീരയാണ് സ്പിനാച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഒത്തിരി അധികം ഗുണമുള്ള ഒന്നാണ്. ഇപ്പം മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ നിറയെയുള്ള ധാരാളം കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ സ്പിനാച്ച് എന്ന് പറയുന്നത്. ഈ പാലക്കീര എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും അതുപോലെ തന്നെ എല്ലിൻ്റെ ബലത്തിനും അതുപോലെ തന്നെ വലിയ വലിയ രോഗങ്ങൾ ചെറുത്ത് നിർത്താനുള്ള ഒരു നല്ല ബെനിഫിറ്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ പാലക്കീര. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ദാലാണ്, അതായത് സാമ്പാർ പരിപ്പ്. അപ്പോൾ ഞാൻ അത് ആവശ്യത്തിന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സാമ്പാർ പരിപ്പും നല്ല രീതിയിൽ കഴുകിയെടുക്കുക. കഴുകിയിട്ട് നമ്മൾ കുക്കറിലോട്ട് വേവിക്കാനായിട്ട് വിസിൽ കീട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇടുമ്പോൾ വെള്ളത്തിൽ നമ്മൾ കഴുകി എല്ലാ വെള്ളം കളഞ്ഞതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ നിന്ന് എടുത്ത് വേണം ഇടാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിലങ്ങ് അടിഞ്ഞോളൂ, അല്ലാതെ ഇങ്ങനെ ഊറ്റി കളഞ്ഞിട്ട് അങ്ങനെ അങ്ങ് വാരി തട്ടരുത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലക്കീര എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് ഭയങ്കര ഗുണമുള്ള ഒന്നാണ് കേട്ടോ. നമ്മുടെ ദഹനത്തിനൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് ഈ സ്പിനാച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഈ പാലക്കീര കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാനും നന്നായിട്ടൊന്ന് തിളങ്ങാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഒക്കെ നല്ലതാണ് ഈ പാലക്കീര. അത്രയും ഉപയോഗം എന്നുള്ളതാണ് സ്പിനാച്ച്. അപ്പോൾ ഞാൻ പരിപ്പെല്ലാം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പാലക്കീര ഒന്ന് ഇട്ട് കൊടുക്കാം. പാലക്കീര ഇങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇടാം, ഇല്ലെങ്കിൽ ഇതിനെ ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഏത് രീതിയിലാണെങ്കിലും നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പിച്ചി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഫുള്ളായി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വിസിൽ കേൾപ്പിക്കാനായിട്ട് വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പോൾ 2.5 കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ, നമ്മൾ എല്ലാവരും എടുക്കുന്ന ക്വാണ്ടിറ്റി ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു വിസിൽ കേൾക്കുമ്പോൾ റെഡിയാകുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത് ഇതൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുക്കുക, അത്രയും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കപ്പളവ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ, ഇപ്പോൾ ഞാൻ സ്പൂണിട്ട് എടുക്കുമ്പോൾ വരുന്നുണ്ടല്ലോ ആ രീതിയിൽ ഒന്ന് വെള്ളം എടുക്കുക. അപ്പോൾ അത് വിസിൽ കേൾക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. ഒരു 4 വിസിലോളം ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് റെഡി ആയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് അതിനുള്ള മിക്സ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് സവോള, വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇത്രയും ഞാനൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 സവാളയും അതുപോലെ തന്നെ ഒരു 8 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഈ പച്ചമുളകും വറ്റൽമുളകും ഈ ഒരു അളവിൽ ഇടുന്നത്. അപ്പോൾ ഇതിലേക്ക് കരിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി എളുപ്പം വശണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഏകദേശം വശണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ട് വശണ്ട് വരുന്ന രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വശണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള നമുക്ക് കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിലൊന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയെല്ലാം നല്ല രീതിയിലൊന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല കൂട്ടാണ്. നമ്മൾ ഉപ്പ് ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടുക. ഒരു 1/4 സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിനൊപ്പം ഗരം മസാല 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതും ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്ത് അരപ്പൊന്ന്
നോക്കുക. ഉപ്പ് മതിയായില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള പാലക്കീരയും ദാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുക്കുകയാണ്. ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ച് നമുക്ക് മിക്സിയിൽ ചേർത്തിട്ട് വേണം ഈ കൂട്ടിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപ്പും അതുപോലെ തന്നെ പാലക്കീരയായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി ഉടങ്ങി നല്ല രീതിയിൽ വരും. നമ്മൾ ദാലിന് മിക്സ് ചെയ്യുന്ന രീതിയിലാണ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കേണ്ടത്. ഇനി ഇതിനെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് നമുക്കൊന്ന് വീഴ്ത്തി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ചേരുവകളെ ഒന്ന് മിക്സായിട്ട് നല്ല രീതിയിലൊന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ എരിവെല്ലാം ഈ ഒരു കറിയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കുക. ഞാൻ എടുത്ത് പറയുകയാണ്, ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാലക്കീര ദാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഉപ്പ് ആവശ്യത്തിന് വേണ്ടി ഇതിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എരിവും കൂടെ നോക്കുക. എരിവ് നമുക്ക് മതിയായിട്ടില്ലെങ്കിൽ നമുക്ക് കുരുമുളക് കൂടെ ആഡ് ചെയ്ത് ചേർക്കുക. അപ്പോൾ ഞാൻ കുരുമുളകും കൂടി എരിവിന് ഇത്തിരി എരിവ് വരാനായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട്. അടിപൊളി പാലക്കീര ദാൽ കറിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് അടിപൊളിയായിട്ട് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഈ ഒരു ഒറ്റ കറി മതി സൂപ്പറായിട്ട് സന്തുഷ്ടമായിട്ട് നമുക്ക് ചോറ് കാലിയാക്കാൻ പറ്റും. അപ്പം നമ്മുടെ പാലക്കീര ദാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്, എൻജോയ്. Thank you.